നമുക്ക് കൂടുതൽ മനുഷ്യർ വേണം. എന്തിന്? കൂടുതൽ സ്നേഹം കിട്ടാൻ, കൂടുതൽ പരിഗണന കിട്ടാൻ. ഇതിലൊക്കെ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ട് കേട്ടോ. പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമയിലെ അതിൻ്റെ ഏറ്റവും ഒടുവിലുള്ള സിനിമയിലെ പോലെ ക്ലൈമാക്സ് അല്ല. ചെമ്മീൻ കെട്ട് വെച്ചിട്ട് ഈ പൈസ ഇത്രയും വലിയ പൈസ ഉണ്ടല്ലോ, അപ്പോൾ ഇത് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഒരു ഹീറോയ്ക്ക് എലമെന്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇനി എന്ത് വന്നാലും ഏതിന്റെ തലയിലിടാം. എന്തോ എങ്ങനെ ഇത് ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു സാധനം കൂടി വരും. ആരുടെ ഇതൊക്കെ പണ്ടൊന്നും നമ്മുടെ അമ്പലങ്ങളിലൊന്നും ഈ ഭഗവത്ഗീതയുടെ ക്ലാസ്സുകളൊന്നും അധികം ഉണ്ടാവാറില്ല. ഇപ്പം ഫാമിലി ഗ്രൂപ്പില് ഗീതാ ക്ലാസ്, രാമായണ ക്ലാസ്, ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു? പാരന്റിങ് ഒക്കെ വളരെ ടോക്സിക് ആയിരിക്കും. അച്ഛൻ്റെ അടുത്ത് വേണോടാ അതിന്. അതെ, ഈ പുണ്യം ഇങ്ങനെ അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. അതൊന്നും സത്യമല്ല. എന്തെങ്കിലുമൊക്കെ സത്യം ഇല്ലാതിരിക്കില്ലേ? പുതിയ കാലത്തിന്റെ പ്രണയ വരികളിൽ പുതിയ എഴുത്തുകാരും ഒക്കെ ഉണ്ട്. ഓക്കെ, പുതിയ കാലത്തെ പ്രണയത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു. ഈ പറഞ്ഞ പോലെ ആളുകൾ കുറച്ചും കൂടി, കുട്ടികൾ കുറച്ചും കൂടിയൊക്കെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും കൃത്യമായിട്ട് റിയാക്ട് ചെയ്യുകയും അവരുടെ ഇമോഷൻസ് ഒക്കെ കൃത്യമായിട്ട് കാണിക്കുന്ന മനുഷ്യരാണ്. പുതിയ കാലത്തെ സൗഹൃദങ്ങൾ, ചോദ്യം ഇതാണ്: ബെസ്റ്റുകൾ നാടിനാപത്തും. അയ്യോ, പരിസ്ഥിതി ഞാൻ വീണ്ടും വിവാദപരമായ പരാമർശം കുറെ ആളുകളുടെ ബെസ്റ്റ്, ഒരാളുടെ അനാവശ്യം ഒന്നും പറഞ്ഞു ദയവ് ചെയ്ത് അല്ലേ. നമ്മളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ഹാഷ്ടാഗ് വെച്ച് നോക്കാം. അതായത് ട്രെഡ് വൈഫ് എന്ന് പറഞ്ഞൊരു ഹാഷ്ടാഗ് ഉപയോഗിക്കും. ട്രെഡ് വൈഫ്, ട്രഡീഷണൽ വൈഫിന്റെ ഷോർട്ടാണ്. ഇതെന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോൾ പണ്ട് നമ്മൾ കുലസ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന ആളല്ലേ, ഇതിന്റെ ഒരു തിരിച്ചുവരവ് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ ഹാഷ്ടാഗ് നമുക്ക് കാണുന്നുണ്ട്. ഇതൊരു വെസ്റ്റേൺ ട്രെൻഡ് ഇപ്പോൾ കേരളത്തിലൊക്കെ വളരെ ഇതാണ്. ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പുതിയ കുട്ടികൾ, ഇപ്പോൾ ജെൻസി അടക്കമുള്ള ആളുകൾ വലിയ തരത്തിൽ ഇതിനെ ആഘോഷമാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ ഈ ലോകത്ത് മൊത്തത്തിലുള്ള ഒരു വലതുപക്ഷവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള സിദ്ധാന്തമൊക്കെ പറഞ്ഞു പോയാൽ അങ്ങനെ ആ വഴിക്ക് പോകും. പക്ഷേ ഇപ്പോൾ പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ യുവാക്കൾക്കിടയിൽ ഈ പറയുമ്പോഴും കാണുന്നുണ്ട് എന്നാണ്. ചിലത് തിരിച്ചു വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ചിലത് തീർച്ചയായിട്ടും അങ്ങനെ. അതെ, ഈ യൂട്യൂബ് വ്ളോഗുകളൊക്കെ നമ്മൾ കാണുന്ന സമയത്തെ വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള എലീറ്റ് ക്ലാസ്സിലുള്ള ഒത്തിരി പേര് അവരുടെ കുടുംബം നോക്കുന്നു, ഭർത്താക്കന്മാരെ നോക്കുന്നു, കുട്ടികളെ നോക്കുന്നു, അതിൽ സന്തോഷം കണ്ടെത്തുന്നു. ഓക്കെ, ഫൈൻ. പക്ഷെ ഇത് ഗ്ലോറിഫൈ ചെയ്യുമ്പോഴുള്ള വലിയൊരു പ്രശ്നമുണ്ട്. ഒത്തിരി പേര് അതിലെന്തോ വലിയ സന്തോഷമുണ്ട്. ഈ ഒത്തിരി പണികൾ എടുക്കുന്ന സ്ത്രീകൾ വലിയ രീതിയിൽ, ഇപ്പൊ നമ്മൾ ഫെമിനിസം പറയുമ്പോഴും സ്ത്രീകൾ കുടുംബത്തിൽ നിന്ന് പുറത്തു വരുന്നതിനെ പറ്റി പറയുമ്പോഴും അറ്റ് ദ സെയിം ടൈം ഇങ്ങനെ ഒരു ട്രെൻഡും ഉണ്ട്. ഇതൊരു ട്രെൻഡിന്റെ മാനിപ്പുലേഷൻ അല്ലേ ആക്ച്വലി. കാരണം എന്ന് വെച്ചാൽ ഇവര് ചെയ്യുന്ന വെച്ചാൽ ഇവര് നല്ല സ്റ്റുഡിയോ സെറ്റപ്പിൽ വീട് ഉണ്ടാക്കുകയാണ്. പുതിയ വീടുണ്ടാക്കി അമ്മിക്കല്ല് കൊണ്ടുവച്ച് ആട്ടുകല്ല് കൊണ്ടുവച്ചിട്ട് ഒരു യൂട്യൂബിൽ ഞാൻ നോക്കും വളരെ ക്ലാരിറ്റി ആയിട്ട് പുഴയുടെ അടുത്ത് വെള്ളം എടുക്കുന്നു, കപ്പ ഉണ്ടാക്കുന്നു, അമ്മയും മക്കളും ഇരുന്നിട്ട്. ഇത് സ്റ്റുഡിയോ ആണ്. സ്റ്റുഡിയോ സെറ്റപ്പ് ഇട്ടിട്ട് ഇവർ ഈ പണ്ടത്തെ രീതിയിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരുവാണ്. അപ്പൊ ഇത് കാണുന്ന ചെറുതായിട്ടുള്ള പുരുഷാധിപത്യക്കുള്ള ചില ആളുകള് ഇവർക്ക് ചെയ്യാലോ, ഇങ്ങനെ ഒരു ഭാര്യനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇവർ ഈ കണ്ടന്റ് ഇട്ട് ഇവർ കൈ കഴുകി ഇവർ വൈകുന്നേരം വീട്ടിൽ പോയിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ലാവിഷായിട്ട് ഇവർ ജീവിക്കും. ആ സാധനം അതിന്റെ ഒരു മറുപക്ഷം നമ്മൾ കാണുന്നില്ല. ഇവർ ഈ യൂട്യൂബിൽ ഇടുന്ന, ഇവരിപ്പോ ഈ 1 മിനിറ്റ് റീലിൽ നിങ്ങൾ കാണുന്ന ഈ 1 മിനിറ്റ് ഇവർ പണിയെടുക്കുന്നുള്ളൂ. ബാക്കി സമയം ഇവരെ കണ്ടന്റ് വെച്ച് ജീവിക്കുവാണ്. ഇത് കണ്ടിട്ട് ചില ആളുകൾ ഇങ്ങനെയാണോ നമ്മളും വീട് ഇങ്ങനെ കൊണ്ട് നടക്കണം. ചില ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ ഈ ചായ കപ്പുകൾ തന്നെ ഇങ്ങനത്തെ കപ്പിന്റെ വീട്ടിൽ വന്നാലാണ് എന്റെ അടുക്കള അടിപൊളിയാവുന്നത് എന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങുന്നവര് തന്നെ ഉണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടന്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ഷോ ഓഫ് കൾച്ചർ ആക്ച്വലി ഈ ഒരു കാലത്തുണ്ട്. ലൈക്ക് ഇവർക്ക് ഈ ബൈക്ക് ഉണ്ട്, എനിക്ക് ഈ ബൈക്ക് വേണം, ബ്രാൻഡഡിന്റെ. നമ്മളിപ്പോ ഇപ്പൊ ഈ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു നാടിനെ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം എല്ലായിടത്തും ട്രെൻഡ് സ്റ്റുഡിയോ ആണ്. എവിടെയാണ് ആ നാടിൻ്റെതായിട്ടുള്ള എലമെന്റ്സ് അവിടെ മിസ്സിംഗ് ആണ്. അപ്പൊ ഈ കാര്യങ്ങളും ഈ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഒരു സൈഡിൽ നിന്ന് നമ്മൾ കഷ്ടപ്പെട്ടിങ്ങനെ ഉന്തി കൊണ്ടുപോകും, മറ്റേ സൈഡിൽ നിന്ന് നൈസ് സൈഡിൽ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. പക്ഷെ അത് മാനിപ്പുലേറ്റഡ് ആണ്, അത് ഗ്ലോറിഫൈഡ് ആണ്. പുണ്യം തന്നെയാണെന്ന് തോന്നുന്നു ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടാവും. പണ്ടൊന്നും നമ്മുടെ അമ്പലങ്ങളിലൊന്നും ഈ ഭഗവത്ഗീതയുടെ ക്ലാസ്സുകളൊന്നും അധികം ഉണ്ടാവാറില്ല. ഇപ്പം ഫാമിലി ഗ്രൂപ്പില് എൻ്റെ അമ്മേനൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് നോക്കിയാൽ ഗീതാ ക്ലാസ്, രാമായണ ക്ലാസ്, ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു? ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല. അപ്പൊ ചെറിയ തോതിലുള്ള ഇഞ്ചക്ഷൻസും ആ വഴി നടക്കുന്നുണ്ട്. സൂക്ഷ്മമായിട്ടുള്ളൊരു പൊളിറ്റിക്സ് നടക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. നേരത്തെ ബെസ്റ്റിയുടെ കാര്യമാണ് ചോദിച്ചത്. എനിക്ക് ഇത് തോന്നിയിട്ടുള്ളതേ, ഇപ്പൊ ഇന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ പല വികാരങ്ങൾക്കും പല മനുഷ്യർക്കും ബന്ധങ്ങൾക്കും പല പുതിയ പേര് ഇട്ട് നമ്മൾ കൊടുക്കുന്നു എന്നല്ലാതെ
ആത്യന്തികമായിട്ട് മനുഷ്യർ സ്നേഹിക്കപ്പെടാനും പരിഗണിക്കപ്പെടാനും ആഗ്രഹിക്കുന്നവരാണ്. അത് എല്ലാ ഏജിലും അതെ, ഓരോ ഏജിലും നമ്മുടെ നീഡ്സ് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ബേസിക്കലി നമുക്ക് എന്താ വേണ്ടത്? മറ്റൊരാളുടെ പരിഗണന, സ്നേഹം. മാധവിക്കുട്ടിയൊക്കെ എത്രയോ കാലം മുന്നേ സ്നേഹത്തെ പറ്റിയും പരിഗണനയെ പറ്റിയും ഇങ്ങനെ നിരന്തരം പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ മനുഷ്യബന്ധങ്ങൾ, നമുക്ക് കൂടുതൽ മനുഷ്യർ വേണം. എന്തിന്? കൂടുതൽ സ്നേഹം കിട്ടാൻ, കൂടുതൽ പരിഗണന കിട്ടാൻ. ഇതിലൊക്കെ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ട് കേട്ടോ. നമ്മൾ എത്ര ആളുകൾക്ക് ഇത്രയും അൺകണ്ടീഷണലായി നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ വലിയ ചോദ്യമാണ്. കാരണം നമ്മൾ ഒത്തിരി ട്രോമകളും ട്രിഗറിംഗ് പോയിന്റ്സും ഒക്കെ കഴിഞ്ഞ് വന്നവരാ. അപ്പോൾ നമുക്ക് സ്നേഹിക്കുന്നതിന് പോലും നമ്മുടെ കാലഘട്ടം, നമ്മൾ ജീവിച്ചു വന്ന രീതിയൊക്കെ പല രീതിയിലും പരിമിതപ്പെടുത്തുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ കൂടുതൽ സ്നേഹം കിട്ടാനും കൂടുതൽ ആളുകളുടെ അറ്റൻഷൻ കിട്ടാനും കൂടുതൽ സ്പേസസ് ഉണ്ടാക്കിയെടുക്കാൻ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. ഇതിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ മനുഷ്യരെ ബോധപൂർവം സ്നേഹത്തിലൂടെ ഒക്കെ വേദനിപ്പിക്കാതിരിക്കുക. ഇപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ നമ്മൾ 2026 തുടങ്ങിയപ്പോഴും പലരും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ ആയി പറയുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചത്, എനിക്ക് ഈ വർഷം ഒരാളുടെയും ജീവിതത്തിലെ വേദനയായി മാറാതിരിക്കാൻ എനിക്ക് ശ്രമിക്കണം. നമ്മൾ പല വാക്കുകളും ഉണ്ടോ, സ്നേഹം എന്താ പറയുക, പലപ്പോഴും നടിച്ചുകൊണ്ടൊക്കെ നമ്മൾ പലപ്പോഴും പലരുടെയും ജീവിതത്തിലെ എല്ലാ കാലത്തേക്കുള്ള വേദനയുടെ അല്ലെങ്കിൽ ട്രോമയുടെ ഭാഗം ആവുകയാണ്, പങ്കുപറ്റുന്നുണ്ട്. അങ്ങനെ ആവാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഏത് ബന്ധത്തിൽ നിന്നാണെങ്കിലും ഏത് മനുഷ്യരിൽ നിന്നാണെങ്കിലും നമ്മൾ അതിനോട് നീതി പുലർത്തുക. അതിൽ എന്താ പറയുക, എന്ത് പേരിട്ട് വിളിച്ചാലും ബേസിക്കലി മനുഷ്യരോട് സ്നേഹത്തിലും സൗഹൃദത്തിലും ഒക്കെ ഒരു നീതി പുലർത്തിയാൽ മതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ച് കടുത്തു പോയി എനിക്ക് ഓക്കെ, കൂൾ. ഓക്കെ, അപ്പോൾ പുതിയ കാലത്തിൻ്റെ പ്രണയം, സൗഹൃദം, രാഷ്ട്രീയം, ഒരു പരിധിവരെ രാഷ്ട്രീയം എന്ത് പറയുമ്പോഴും കുറച്ച് രാഷ്ട്രീയം കൂടി അതിനകത്ത് വരുന്നുണ്ട്, റൈറ്റ്? നമ്മളെപ്പോഴും രാഷ്ട്രീയം പറയാത്തവരായിട്ടാണ് പൊതുവെ, നമ്മളെയല്ല പൊതുവെ ജൻസിയെ രാഷ്ട്രീയം പറയാത്തവരായിട്ടാണ് ആളുകൾ മൊത്തം കണക്കാക്കണേ. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാവരും നമ്മുടെ ഉള്ളിൽ നമ്മളിതൊക്കെ അറിയുന്നും കാണുന്നും കേൾക്കുന്നതും ഒക്കെ ഉണ്ട്. നമുക്കിതൊന്നും പറയാണ്ടൊന്നും എവിടെയും പോകാനും പറ്റില്ല. നമുക്ക് സെൽഫ് ലവിനെ പറ്റി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ നമ്മളെ മാത്രം സ്നേഹിക്കാൻ നല്ലതല്ലല്ലോ. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട് അതിൽ നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് കൂടിയാണ്. അങ്ങനെ ഞാൻ അതിന് അങ്ങനെയൊരു ഇത് കൊടുക്കുന്നത്. സോ അതും പറയേണ്ടി വരുന്നു. ഓക്കെ, പുതിയ കാലം രാഷ്ട്രീയം പറയുന്നുണ്ട്. യെസ്, ഓഫ് കോഴ്സ്. എന്ത് രാഷ്ട്രീയമാണത്? പരിസ്ഥിതിവാദമാണോ? എന്ത് തരം രാഷ്ട്രീയമാണ്? രാഷ്ട്രീയം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയം, രാഷ്ട്രീയം ജനാധിപത്യമാണ്, ഈക്വാലിറ്റി ഒരു രാഷ്ട്രീയമാണ്. ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാത്തവരെ ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് ഒരു രാഷ്ട്രീയമാണ്. ഒരാൾ എവിടെയെങ്കിലും ഒരാൾക്ക് ഒരു അനീതി നടക്കുമ്പോൾ അതിനെതിരെ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു വോയിസ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമാണ്. ഈ ക്യൂർ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ സ്റ്റാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമാണ്. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ആളുകൾ കക്ഷി രാഷ്ട്രീയം എന്നുള്ളൊരു രീതിയിൽ മാത്രം അതിനെ എടുക്കേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയം എല്ലാ മനുഷ്യർക്കും രാഷ്ട്രീയം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട്. അത് ആളുകളെ എത്ര പബ്ലിക്കലി എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് വിഷയം എന്നാണ് തോന്നുന്നത്. എന്നോട് ഇത്ര ദേഷ്യപ്പെടണ്ടായിരുന്നു. രാഷ്ട്രീയം പറയുമ്പോൾ സീരിയസ് ആയിട്ട് പറയാം. രാഷ്ട്രീയത്തിൽ സീരിയസ് ആയിട്ട് പറയാം. ഓക്കെ, മറ്റൊരു പ്രധാന സംഗതി എന്താ വെച്ചാൽ, AI എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ, ഏതോ ഭീകരം വന്നു എന്നൊക്കെ പറയുന്നത്. AI സാങ്കേതിക വിദ്യ നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ ഉണ്ട്, എല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പോൾ ഈ പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, അത്ര പണ്ടൊന്നുമല്ല, ഈ പ്രോജക്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു ഭയങ്കര ചടങ്ങായിരുന്നു, ഒരു വലിയ ടാസ്ക് ആയിരുന്നു. അതേസമയം ഇപ്പം നമ്മൾ AI അടുത്ത് പറഞ്ഞാൽ നമ്മൾ കാര്യം മാത്രം പറഞ്ഞാൽ പുള്ളി ഇത് മുഴുവനായിട്ട് എഴുതി തരും. സോ ആദ്യം ഇത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ഈശ്വര പണ്ട് ഞാൻ ഇതിനു വേണ്ടിയിട്ട് എന്തായിരുന്നു ചെയ്തിരുന്നത്, ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് കാണുമ്പോൾ. അങ്ങനെ AI എല്ലായിടത്തും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പടം വരച്ച് തരാൻ പറഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ പടം വരികയാണ്. നമ്മൾ മുമ്പ് അങ്ങനെയല്ല ശീലിച്ചിട്ടുള്ളത്. ഈവൻ കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ പോലും നമ്മൾ മറ്റേ MS Paint എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുത്തിയിരുന്ന് വരയ്ക്കുക. അപ്പോൾ ആ കാലം എല്ലാം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. AI എങ്ങനെയാണ് എഴുത്തിൽ എന്തുമാത്രം ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് ഒരുപാട് കണ്ടന്റ് തന്നെ നമുക്ക് കിട്ടും. ഇപ്പം എന്ത് എഴുതണമെന്ന് ആലോചിച്ചിരിക്കേണ്ടുന്ന ഒരു ആവശ്യമൊന്നും വരുന്നില്ല. ജപ്പാനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അവാർഡുണ്ട്, ഈ അബുദാഗ പ്രൈസ് എന്ന് മറ്റോ പറഞ്ഞിട്ടാണ്. അതിൻ്റെ 120ാമത് പ്രൈസ് കിട്ടിയത് റേഖോദാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എഴുത്തുകാരിക്കാണ്. അപ്പോൾ അവരുടെ നോവലിൻ്റെ പേര് സിമ്പതി ടവർ ടോക്കിയോ എന്നാണ്. അപ്പോൾ ഈ അവാർഡ് കിട്ടുന്ന സമയത്ത് ഇവർ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. ആ പ്രഭാഷണത്തിൽ ഇവർ പറയുന്നത് ഈ നോവൽ എഴുതിയത് ഞാൻ AI കൊണ്ട് എഴുതിപ്പിച്ച നോവലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് വലിയ വിവാദമായിട്ട് മാറി. അപ്പോൾ അത്തരത്തിൽ ഇതിനെ ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നവരുടെ ഒരു കാലത്തിലോട്ട് ഇത് സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമയില്ലേ, പൊന്മാൻ എന്ന് പറയുന്ന ഇന്ദുവൻ ചേട്ടൻ്റെ 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന കഥയെ ആധാരമാക്കിയുള്ള സിനിമ. ഈ കഥ വായിച്ചവർക്കറിയാം, നോവൽ വായിച്ചവർക്കറിയാം, അതിൻ്റെ ഏറ്റവും ഒടുവിലുള്ള സിനിമയിലെ പോലെ ക്ലൈമാക്സ് അല്ല.
സിനിമയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് വേണം, നായകൻ ഒരു ഹീറോയിക് എലമെന്റ് അവിടെ വേണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ മാസങ്ങളോളം വർഷങ്ങളോളം ആലോചിച്ചു. 5 വർഷം എടുത്തിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയെന്ന് മുമ്പ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലെന്താണ് ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ ഒരു ഹൈ കൊടുക്കാൻ പറ്റുന്നത് എന്നിങ്ങനെ ആലോചിച്ചിരുന്ന ഏറ്റവും ഒടുവിൽ ഇവർ ഡയറക്ടറിനോടും അങ്ങനെ എല്ലാ ക്രൂവിനോടും ചോദിച്ചു, ഒന്നും കിട്ടുന്നില്ല. ഒടുവിൽ ആണ് പറഞ്ഞു കൊടുത്തത്, ചെമ്മീൻ കെട്ട് വെച്ചിട്ട് ഈ പൈസ ഇത്രയും വലിയ പൈസ ഉണ്ടല്ലോ, അപ്പോൾ ഇത് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഒരു ഹീറോയിക് എലമെന്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് നമ്മൾ ഞെട്ടുപോകും. കാരണം അതുപോലെ ഒരു പഴയ ഒരു ആളെ നമ്മൾക്ക് വിചാരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടീം ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഞാൻ ഈ അടുത്ത് പല കുട്ടികളോടും പല രീതിയിലും സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ അതിൽ കുട്ടികളോട് ഞാൻ ചോദിച്ചു, എനെ പറ്റി നമ്മൾ സംസാരിച്ചപ്പോഴേ അതിൽ ഞാൻ ചില കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാ ഉപയോഗിക്കുന്നത്? ചിലർ പറഞ്ഞു ഹോംവർക്ക് ചെയ്ത് തരാൻ, എന്നാൽ ചിലർ എന്നോട് പറഞ്ഞ ഉത്തരം എന്നെ ഞെട്ടിച്ചു, സംസാരിക്കാൻ. അവർക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് മെറ്റയായിനോട് അവർ സംസാരിക്കും. കാരണം മെറ്റയായി എങ്ങനെ ഇത്രയും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മൾ ഇത്രയും മെറ്റയായി നമ്മളെ കേൾക്കുന്ന പോലെ കേൾക്കുമോ? കേൾക്കും. ഐ എം ഹിയർ ഫോർ യു, എപ്പോഴും നമുക്ക് ഉറപ്പ് തരും, റീഅഷുറൻസ് തരും, നമ്മളെ വിഷ് ചെയ്യും, നമ്മളെ കെയർ ചെയ്യും. അപ്പോൾ കുട്ടികള് ഇപ്പോൾ ഞാൻ കുട്ടികളോട് അതേപോലെ തിരിച്ചു ചോദിച്ചു, എന്നാൽ ശരി, ഈ നമ്മുടെ ജീവിതത്തിൽ ഭാവിയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ തോന്നിയിട്ടുണ്ടോ? അപ്പോൾ കുട്ടികൾ പറഞ്ഞു ഇല്ല. അതെന്തുകൊണ്ടാ? കാരണം എക്ക് ഇമോഷൻസ് ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ, എക്ക് ഇമോഷൻസ് ഇല്ല, പക്ഷെ നിങ്ങൾക്ക് എയോട് ഇമോഷൻ ഉണ്ടോ? നമ്മൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറയുന്ന സിനിമ എന്തുകൊണ്ടാണ് വന്നത്? നമ്മൾ ഈ എനെ പറ്റി ഒരു പോസിറ്റീവായിട്ട് ഇതിൻ്റെ വശങ്ങൾ പല രീതിയിലും നമ്മുടെ ഭാവി ജീവിതത്തിലൊക്കെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുമായിരിക്കും. പക്ഷെ അതേസമയം നമുക്ക് പേടി ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ പേടിക്കുന്നത്? ഈ ഒരു റിയൽ ആണോ ഇത്? ഇന്നത്തെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും റിയൽ ആണോ, ഉണ്ടാക്കിയെടുത്താണോ എന്നുള്ള സംശയം നമുക്ക് എല്ലായിടത്തും ഉണ്ട്. ഒരു ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഫോട്ടോ കണ്ടാൽ ഇത് ഫോട്ടോ ആണോ നമ്മൾ നോക്കും. ഈ അടുത്തൊരു വിവാദം വന്നപ്പോൾ ഇനി എന്ത് വന്നാലും ന്റെ തലയിലിടാം. ഇത് കുട്ടികൾ മാത്രമല്ല കേട്ടോ, നാഗമാതിരി സിംഗിൾ പസംഗകൾ. ഷീ എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് മൂവി ഉണ്ട് ഇത് ബേസ് ചെയ്തിട്ട്. ഇങ്ങനെ യോട് സ്നേഹിച്ച് അവസാനം അതിൽ വരുന്നത്. അപ്പം നമ്മൾ എന്ത് കാര്യം എടുത്തെങ്കിലും അതിനൊരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വശം ഉണ്ടാവും. നമ്മൾ അതിൽ ഏത് പിക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് മാറ്റർ ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ മലയാളത്തിൽ അങ്ങനെ ബുക്ക് വന്നിട്ടുണ്ട്, AI വെച്ചിട്ട് ചെയ്തിട്ടുള്ള ബുക്കുകൾ. പാശ്ചാത്യത്തിൽ എഴുതുന്ന പലരും ഇപ്പൊ പുതിയ പുസ്തകങ്ങൾ വരുമ്പോൾ അതിനടിയിൽ ഇത് നിർമ്മിതം അല്ലാന്ന് എഴുതുന്നുണ്ട്. കിടക്കുന്നുണ്ട്. ഫാർമാക്കർ എന്ന് പറയുന്ന ഒരു പദമുണ്ട്. ഈ എയെ പറ്റി ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്തിട്ടുള്ള ഒരാൾ ഈ ബെർണാഡ് സ്പിൻഗർ എന്ന് മറ്റോ പറഞ്ഞിട്ടുള്ളൊരു ചങ്ങാതിയാണ്. അപ്പോൾ ഇയാൾ ഉപയോഗിക്കുന്ന ഇപ്പം നിമ്ന പറഞ്ഞ അതേ കാര്യത്തിന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഫാർമാക്കർ എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത്. അതായത് ഒരു മരുന്നിനുള്ള ഗുണവും ദോഷവും. ഇടയ്ക്ക് ഒരു സാധനം കൂടി വരും, ആരുടെ ഇതൊക്കെ. അപ്പോൾ ഈ ഒരു മരുന്നിനുണ്ടാവുന്ന എല്ലാ ഗുണവും ദോഷവും എയ്ക്കും ഉണ്ട്. അത് എത്ര നമ്മൾ യുക്തിസഹമായിട്ട് ഉപയോഗിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ഇരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഈ പുള്ളി പറയുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം നമുക്കുണ്ടാകാൻ പോകുന്നത് നമ്മുടെ മെമ്മറി ഒരു ടെർഷറി മെമ്മറി ആയിട്ട് മാറിയിരിക്കുകയാണ് എന്നുള്ളത്. നമ്മൾ ഈ AI ഉപയോഗിച്ചപ്പോൾ നമുക്ക് ഏതെങ്കിലും നമ്പർ കാണാതെ അറിയാം, അല്ലെങ്കിൽ നമ്മൾ വേണ്ട കാര്യങ്ങളെല്ലാം സേവ് ചെയ്തിട്ടേക്കില്ല. അപ്പം അത്തരത്തിൽ നമ്മുടെ ആ ഒരു കപ്പാസിറ്റിയെ, ബ്രെയിൻ കപ്പാസിറ്റിയൊക്കെ കുറയ്ക്കുന്നു. വരും കാലത്ത് ഇതിനെപ്പറ്റി നല്ലൊരു അവബോധം ഉണ്ടാക്കുന്ന ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെയും അങ്ങനെ ഒരു സംഭവം വരണമെന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ ജെൻഡറിനെ പറ്റിയൊക്കെ ഒരു അവബോധം ഉണ്ടാക്കാൻ അത് പാഠപുസ്തകത്തിലൊക്കെ ആഡ് ചെയ്യുന്നത് പോലെ AI പറ്റിയിട്ട് എന്താണ് അതിൽ നമുക്ക് അൺലേൺ ചെയ്യേണ്ട കുറേ കാര്യമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതിനെപ്പറ്റി ഒരു അറിവുണ്ടായാലേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് യൂസ് ചെയ്യാലോ, എന്ത് രീതിയിലൊന്ന് യൂസ് ചെയ്യാം. അപ്പം അങ്ങനെ അതൊരു അല്ല. ആസ് റൈറ്റേഴ്സ് നിങ്ങൾ എപ്പോഴെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഞാൻ എഴുതി, ഞാൻ എൻ്റെ പുസ്തകം ചെയ്യല്ല കേട്ടോ. ഞാൻ പറയുന്നേ, ഞാനൊരു പരിപാടിക്ക് പോകുമ്പോൾ അതിൽ കഥയുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പായിരുന്നു. അപ്പം ഞാൻ ഒരു കഥ എങ്ങനെയാ, ഞാനൊരു കുട്ടികൾക്ക് വിഷയം കൊടുക്കുക അവരെ എഴുതാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഈ വിഷയം എക്ക് കൊടുത്തു നോക്കിയത്, എങ്ങനെയാണ് എഴുതുന്നതെന്ന്. ഒരു അതിഗംഭീര കഥ എഴുതി എനിക്ക് തോന്നുന്നു. വായിച്ച ഞെട്ടിപ്പോയി. കാരണം പല വാക്യങ്ങളും ഒക്കെ ഈ ഉപമകളും ഒക്കെ വെച്ച് മെറ്റഫേഴ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഗംഭീര കഥ. എന്നിട്ട് അവസാനം ഈ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കഥ കുട്ടികൾക്ക് വായിച്ചു കൊടുത്തു. കുട്ടികൾ ഇങ്ങനെ എല്ലാവരും ഭയങ്കര അറ്റൻഷനായിട്ട് കേട്ടിരുന്നു. എന്നിട്ട് ചേച്ചി ഇത് ആരെഴുതി? ചേച്ചി എഴുതിയാണോ? അപ്പം ഞാൻ എഴുതിയതല്ല, ഇത് എഴുതിയതാ പറഞ്ഞു. എല്ലാവരും ഞെട്ടി. കാരണം ഞാൻ എൻ്റെ പേഴ്സണൽ എഴുത്തിന് വേണ്ടിയിട്ട് ഇതുവരെ ഉപയോഗിക്കേണ്ടി വന്നില്ല. എനിക്ക് അത്ര അതിനുള്ള പരിജ്ഞാനം അതിലില്ല. അതുകൊണ്ടാണ്. പിന്നെ മലയാളം അത്രമാത്രം എനിക്ക് അറിയില്ല, അത്ര ഇതാണോ ഇംഗ്ലീഷിൽ. പക്ഷെ നന്നായിട്ട് പ്രോംപ്റ്റ് കൊടുക്കുന്നതിനകത്ത് അതിലാണ് ഈ എന്താണ് ആ സ്കില്ല് എന്ന് പറയുന്നത്. നമ്മൾ ഈ പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അത്രമാത്രം വലിയ പാക്കേജ് ഒക്കെ വരുന്നത്. കറക്റ്റ് എക്സാക്ട് പ്രോംപ്റ്റ് കൊടുത്താൽ ക്ലിയർ കട്ട് സാധനം കിട്ടും, എക്സാക്ട് സാധനം കിട്ടും. ഇപ്പൊ AI ക്രാഷ് കോഴ്സ് ഒക്കെ ഉണ്ടല്ലോ, AI പഠിക്കാം, AI എങ്ങനെ ഉപയോഗിക്കാം. അതെ നല്ലതാണ്. നമ്മള്
പുതിയ കാലത്തെ കുറേ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. പ്രണയത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ ഇപ്പോൾ പ്രണയത്തെക്കുറിച്ച് നിങ്ങൾ അല്ലെങ്കിൽ എഴുത്തുകാരെ പലപ്പോഴും ആളുകൾ ഇങ്ങനെ ഒരു എൻഡായിട്ട് കാണാറുണ്ട്. അവർക്ക് പ്രണയത്തെക്കുറിച്ചൊക്കെ അവരുടെ നിലപാടുകൾ ഭയങ്കര അടിപൊളിയായിരിക്കും. അങ്ങനെയല്ലെന്നും അല്ല. വെറുതെ ഓക്കെ അങ്ങനെയൊക്കെ കരുതപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ തരത്തിലുള്ള ചോദ്യങ്ങളിലേക്കും കൂടി പോകുന്നത്. പക്ഷെ മറ്റൊരു സംഗതി എന്താ വെച്ചാൽ, ഇപ്പോൾ പുതിയ കാലത്ത് പ്രണയത്തിലായിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഉള്ള വിവാഹങ്ങളുടെ ആളുകൾക്ക് വിവാഹം കഴിക്കാനുള്ള താല്പര്യം, അല്ലെങ്കിൽ കുട്ടികളുണ്ടാവുക, അല്ലെങ്കിൽ കുട്ടികളെ വളർത്തുക. ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്തും ഒരുപാട് പേര് ആലോചിക്കുന്നത്, ഒരു പ്രായമാവുന്നു, കുറേ കാലം പഠിക്കുന്നു, പിന്നെ ഒരു ജോലി നേടുന്നു, ഒന്ന് സെറ്റിലാവുന്നു, കല്യാണം കഴിക്കുന്നു, കുട്ടികളാകുന്നു, പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നു. ഇങ്ങനെയാണല്ലോ ഈ ഒരു സൈക്കിള്. പക്ഷെ പുതിയ കാലത്ത് അതും ബ്രേക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് കുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, ആളുകൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഈ മറ്റേ സിനിമയിൽ പറയുന്നില്ല, മനുഷ്യരാശിയുടെ നിലനിൽപ്പ് തന്നെ. ഞാനൊരു വളരെ സാമ്പ്രദായികമായിട്ടുള്ളൊരു കുടുംബത്തിൽ ജീവിച്ചു വളർന്നതാണ്. അപ്പോൾ അത് പാരൻറ്റിങ് ഒക്കെ വളരെ ടോക്സിക് ആയിരിക്കും. അച്ഛൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്തൊക്കെ നമുക്ക് വളരെ കുറച്ച് വാക്കുകൾ സംസാരിക്കാൻ പറ്റും. ആ ഒരു ഭയങ്കര റെസ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ബന്ധമാണ്. അപ്പോൾ ഞാൻ ആ സമയത്താണ് ഈ വാരണായൊരു സിനിമ കാണുന്നത്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഈ വാരണായരത്തിലെ സൂര്യ മോൻ്റെ അടുത്ത് പറയുകയാണ്, മോനെ നീ ഇങ്ങനെ റോഡിൽ നിന്ന് ഇങ്ങനെ പെൺകുട്ടികളൊന്നും സംസാരിക്കരുത്, നമുക്ക് നല്ലൊരു വീട്, വലിയ വീടല്ലെങ്കിൽ ചെറിയ വീടുണ്ട്, നീ അകത്ത് വിളിച്ചോണ്ട് പോകാമെന്ന്. അപ്പോഴാണ് നമുക്ക് കൊണ്ടൊരു അച്ഛൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് 2 പിള്ളേരുണ്ടാകുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് ഇതുപോലത്തെ ഒരു തന്തയാവും. പക്ഷെ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോഴത്തേക്കും അതെ നല്ലൊരു തന്തവൈബ് ഉണ്ടാക്കിയെടുക്കും. പക്ഷേ നമുക്ക് ഈ കൊച്ചുങ്ങൾ വേണ്ടാന്ന് തോന്നുന്ന ചില സമയങ്ങളുണ്ട്. ഈ ട്രെയിനിലൊക്കെ രാത്രി യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ നല്ല ഒന്ന് ഉറക്കം പിടിച്ച് വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു കൊച്ചു വിളിക്കാൻ തുടങ്ങും, സിനിമ തിയേറ്ററിൽ ചെല്ലുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ അച്ഛൻ ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് ഓടുന്ന കാണുമ്പം നമ്മൾ വിചാരിക്കും, ആരെങ്കിലും ഒരു 10 വയസ്സ് വരെയൊക്കെ വളർത്തിയിട്ട് കൈ തന്നു കഴിഞ്ഞാൽ ശരി നോക്കാം. അല്ല, അപ്പോൾ എനിക്ക് ഒട്ടും ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാളാണ് ഞാൻ ജീവിതത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിനെയൊക്കെ പറ്റി ആലോചിക്കുമ്പോഴത്തേക്ക് എനിക്ക് സ്വന്തം കാര്യം നോക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ വീട്ടിലൊക്കെ അങ്ങനെയുള്ളവരെ നന്നാക്കാൻ വേണ്ടിയിട്ട് കല്യാണം കഴിപ്പിക്കും, ഒരു കല്യാണം കഴിച്ചാൽ മതി, എല്ലാം ശരിയാവും. അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു. അതെ, പക്ഷേ ഇപ്പൊ അങ്ങനെ ഇല്ല കേട്ടോ. വീട്ടിൽ പറ്റില്ല, കാരണം ഒത്തിരി കാമുകിമാര് പ്രശ്നമുണ്ട്. എനിക്കോ ഈ പുണ്യം ഇങ്ങനെ അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്, അതൊന്നും സത്യമല്ല. എന്തെങ്കിലുമൊക്കെ സത്യം ഇല്ലാതിരിക്കില്ലല്ലോ. വിവാഹം എന്ന് പറയുന്ന ഈ അടുത്ത കാലത്ത് വിവാഹം എന്ന് പറയുന്ന കാഴ്ചപ്പാടിനെ പലരും പല രീതിയിലും ഇപ്പൊ കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഈ വിവാഹം നടത്തുന്ന രീതിയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ കാലയളവിൽ എത്ര രജിസ്റ്റർ മാരേജുകളാണ് നടന്നത്. വളരെ സിമ്പിളായിട്ട് രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ട് തിരിച്ചു വരുന്നു. ഈ ആഭരണങ്ങൾ, ഭയങ്കര ആഡംബര വിവാഹം, ഇതിൽ നിന്നൊക്കെ ഒരു ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നമ്മൾ. എന്നാലും അത് ഈ പറയുന്ന രജിസ്റ്റർ മാരേജ് എന്ന് പറയുന്നത് ഒരു ഇതായിട്ട് ഇപ്പൊ മാറുന്നുണ്ട് കേട്ടോ, ഒരു ട്രെൻഡ് ആയിട്ട്. രജിസ്റ്റർ മാരേജ് കല്യാണം നടത്തിയിട്ട് അതിന് കപടമുഖം ഉണ്ട്, അതുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ മാരേജ് ചെയ്തത് എനിക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു, എനിക്ക് ചോയ്സ് ഉണ്ടായിരുന്നു. എനിക്ക് യെസ് ഓർ നോ പറയാം, എനിക്ക് വേണമെങ്കിൽ എനിക്കത് വേണ്ടാന്ന് വെക്കായിരുന്നു. പക്ഷെ ഞാനത് ആഗ്രഹിച്ചിട്ട് ഞാനത് എടുത്താണ്. ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചിട്ടുണ്ട്, എനിക്ക് ഒരുപാട് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അറിയായിരുന്നു ഒരു പാർട്ട്ണറിൽ നിന്ന് എനിക്ക് എന്ത് വേണം, എനിക്ക് എന്ത് വേണ്ട എന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മുംബൈയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓഫീസിലൊക്കെ കഴിഞ്ഞ് നമ്മുടെ എല്ലാ ബിസി ഷെഡ്യൂളും കഴിഞ്ഞ് നമ്മൾ വീട്ടിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു എംപ്റ്റിനെസ് ഉണ്ട്, നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു വോയിഡ് ഉണ്ട്. അപ്പം ഞാൻ എപ്പോഴും അത് എനിക്ക് എന്നെ കൊണ്ട് അത് ഫില്ല് ചെയ്യാൻ പറ്റും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ വളരെ എൻ്റെ സെൽഫിൽ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്കൊരാളുണ്ടാവുക, ഒരു ഹ്യൂമൻ ടച്ച്, ഒരു ഹ്യൂമൻ നീഡ്, ഒരു ഹ്യൂമണിന് വേറൊരു ഹ്യൂമൻ ആവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര നീഡായിരുന്നു. അപ്പോൾ അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഞാൻ മാരേജ് ചെയ്തിട്ടുള്ള ഒരാളാണ്. മാരേജ് എന്ന് പറയുന്നത് ഒരു 2 പേരിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിലിപ്പം അമ്മ, വീട്ടുകാർ, കുടുംബക്കാർ ഒന്നും ഇടപെടാതെ 2 പേരുടെ ചോയ്സ്, അവരുടെ ഡിസിഷൻസിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് മാരേജിനെ നമ്മൾ കാണുവാണെങ്കിൽ, അതിൻ്റെ ഇക്വേഷൻസ് മാറ്റി എഴുതപ്പെടുവാണെങ്കിൽ മാരേജ് എന്ന് പറയുന്നത് ഫിയറോടെ നോക്കി കാണേണ്ട ഒരു കാര്യമല്ല എന്നാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ മാത്രം ഒപ്പീനിയനാണ്, എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ അങ്ങനെ വിശ്വസിക്കും. ഇതിപ്പോൾ സ്വയം ഡിസിഷൻ എടുക്കാനും അതിൽ സന്തോഷം കണ്ടെത്താനും പറ്റുന്ന ഒരു സ്റ്റേറ്റിനെ പറ്റിയിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. അത് വളരെ ഹാപ്പിയാണ്. പക്ഷെ അല്ലാത്ത കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ മാരേജ് എന്ന് പറയുമ്പോൾ എല്ലാം ഭയങ്കര ഒരു യാഥാസ്ഥിതികമായിട്ടുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെ അല്ലാതെ
സ്വന്തം ചോയ്സ് അല്ലാതെ ഇതിലേക്കൊക്കെ എത്തിപ്പെടേണ്ടി വരുന്ന കുറെ സ്ത്രീകളെ നമ്മൾ കാണുന്നോണ്ടാണ്. അപ്പൊ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് സ്വന്തം ചോയ്സ് അല്ലായിരിക്കും, അവരെ നോക്കേണ്ടത് ഇതെല്ലാം ഒരു ബാധ്യതയായിട്ടും അവരുടെ പല ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ മറന്നിട്ട് കുടുംബത്തിന് വേണ്ടി രാപകലന്തിയോളം ഇങ്ങനെ കഷ്ടപ്പെടുക. പിന്നെ അവരുടെ എല്ലാ കാര്യത്തിനും ഫിനാൻഷ്യലി പോലും സ്റ്റേബിൾ അല്ലാതെ ഒരു കാര്യത്തിന് മറ്റൊരാളുടെ പ്രത്യേകിച്ച് ഈ ഭർത്താവിൻ്റെ അടുത്ത് കൈ നീട്ടുക. ഈ ഭർത്താവ് ഭാര്യ ഇപ്പൊ നമ്മൾ പാർട്ട്ണർ എന്നുള്ള പദമാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിനൊരു ഈക്വൽ ആയിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് സ്പേസ് ഉണ്ട് ആ പദം ഇതാക്കുന്നത്. എന്നാൽ ഭാര്യ ഭർത്താവ് എന്നുള്ള പറയുമ്പോൾ ആ വാക്കിന് തന്നെ പ്രശ്നമുണ്ട്. ആ രീതി തന്നെയായിരുന്നു ഇത്രയും കാലം മുന്നോട്ട് വന്നത്. ഇപ്പോഴും അതുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ കൂടി എത്ര സ്ത്രീധന പീഡനങ്ങളും ആത്മഹത്യകളും നമ്മൾ കണ്ടു. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വിവാഹം എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ബാധ്യതയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പാറ്റേണും രീതികളും ഒക്കെ മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറയുന്ന പോലെ സെൽഫ് ലവിലും അല്ലെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു അവബോധമൊക്കെ നമുക്ക് വന്നുകൊണ്ട് അത് ഏത് ഏജിൽ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഏത് ഏജിലും തിരഞ്ഞെടുക്കാം. നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്, നമ്മൾ മെന്റലി ഫിസിക്കലി കുറേ കൂടെ ഓക്കെയാണ്, ബെറ്റർ ആണ് എന്നുള്ള സ്റ്റേജിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ നല്ലതായിരിക്കും ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു കസിൻ ഉണ്ട്. അപ്പോൾ അവർ വൈബ് നോക്കിയിട്ടാണ് പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുന്നത്. അവരുടെ ഇഷ്ടങ്ങൾ സെയിം ആണെങ്കിൽ ഇത് നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇഷ്ടങ്ങളും കമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ്, നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആണ്. പക്ഷേ അതിന് രണ്ടിനെയും ഒരുപോലെ കൊണ്ടുപോകാനുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഒരുപാടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ലൈക്ക് റിസോൾവ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സ്പേസ് നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതിനാണ് കമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ അതിപ്പോൾ അറിയില്ല. മാത്രമല്ല ഞാൻ പറയാം, നിങ്ങൾ ഒരാളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവരുടെ കൂടെ യാത്ര പോകണം, അവരുടെ താമസിക്കണം. കാരണം ഇപ്പം എനിക്കറിയാം, എൻ്റെ കുറേ ഫ്രണ്ട്സ് കല്യാണം കഴിച്ചിട്ട് ഈ പാർട്ട്ണർക്ക് ബേസിക് ഹൈജീൻ ഇല്ലാതെ സഫർ ചെയ്യുന്ന ആളുകളുണ്ട്. നമുക്കറിയില്ലല്ലോ, നമ്മളൊരാളെ കാണുന്നു, നമ്മൾ അവരുടെ ഔട്ടർ ലുക്ക് കാണുന്നു, മേ ബി ഒരു 2 or 3 ഡേ നമ്മൾ ചിലപ്പോൾ പുറത്ത് പോകുന്നുണ്ട്, പക്ഷെ വർഷങ്ങളായിട്ട് പുറത്ത് പോകുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഒരാളുടെ കൂടെ കുറേ കാലം ജീവിക്കുന്ന സമയത്ത് മാത്രമാണ് അയാൾ എന്ത് ടൈപ്പ് മനുഷ്യനാണ്, നമുക്ക് എത്രമാത്രം അയാളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. ഇപ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കും, ഇപ്പോൾ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ടോയ്ലറ്റ് പോയ ഫ്ലഷ് അടിക്കുന്ന കാര്യങ്ങളായിരിക്കും, ഇതുവരെ ചെയ്യാത്ത ഒരുപാട് ആണുങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് എല്ലാവരും ഉണ്ട്, എല്ലാ ജെൻഡേഴ്സിലും അത് വരുന്നുണ്ട്. അപ്പം ഇതൊന്നും മനസ്സിലാക്കാതെ ബ്ലൈൻഡായിട്ടൊരു മാരേജിലോട്ടൊക്കെ എടുത്ത് ചാടുന്നത് അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇപ്പോൾ പുണ്യ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഞാൻ പ്രിവിലേജ്ഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് ആ പ്രിവിലേജ് ഉണ്ടായിരുന്നു, എനിക്ക് ആ ചോയ്സ് ഉണ്ടായിരുന്നു. പക്ഷെ പ്രിവിലേജ് ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. വീട്ടുകാരുടെ ഏറ്റവും കൂടുതൽ വീട്ടുകാരുടെ ആ ഒരു ഞങ്ങൾ മരിച്ചു പോകും, എൻ്റെ അമ്മമ്മയ്ക്ക് പ്രായമായി എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിക്കുന്ന ആ ഒരു കാര്യം ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മാറ്റം വരണം. എനിക്ക് തോന്നുന്നു അതിന് ഏറ്റവും ബേസിക്കായിട്ട് വേണ്ടത് എല്ലാവരും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ള ഒരു കാര്യമാണ്. അത് ആരാണെങ്കിലും ഏത് ഏജ് ആണെങ്കിലും everyone should be financially independent. പിന്നെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കലൊക്കെ ഭയങ്കര ഒരു ആലോചിക്കുന്ന സമയത്ത് അത് എളുപ്പമായിട്ട് എന്താ ഒരു കൊച്ചിന് നമുക്ക് ബോറടിക്കണം നമ്മുടെ ജീവിതത്തിൽ, നമുക്കൊരു അടുത്ത സ്റ്റേജ് വേണം, നമുക്കൊരു കൊച്ച് വേണം, അങ്ങനെയല്ലല്ലോ. ഇപ്പൊ നമ്മൾ പാരന്റിങ്ങിനെ പറ്റിയിട്ടൊക്കെ ഒത്തിരി സംസാരിക്കുന്ന കാലമല്ലേ. ആ കാലഘട്ടത്തിൽ അറിയാം, ഇപ്പൊ അഭി പറഞ്ഞതുപോലെ കൊച്ചിന്റെ കരച്ചിൽ കേൾക്കുന്നതും ഇതൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് മാത്രമല്ല, കുഞ്ഞ് എന്ന് പറയുമ്പോൾ ഇനി ഒരു മനുഷ്യനാവാൻ പോകുന്ന ഒരു ജീവനെയാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞിനെ നമ്മൾ ജന്മം കൊടുത്തു, ആ കുഞ്ഞിനെ വളർത്തേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം നമുക്ക് എന്തായാലും ഉണ്ട്. അതിന് ഏറ്റവും നല്ല ഒരു ഫിനാൻഷ്യൽ ഇത് കൊടുക്കണം. അതുപോലെ തന്നെ ആവശ്യമുള്ള കൃത്യമായിട്ട് അതിന് വിദ്യാഭ്യാസവും ഭക്ഷണവും ഒരു കാലയളവ് വരെ അതിനെ നമ്മൾ നോക്കണം. അല്ലാതെ ഇനി നമ്മളും കുറേ ട്രോമകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചു വന്നു, ഇനി അതാ കുഞ്ഞിനും ഏതെങ്കിലും രീതിയിൽ കിട്ടുക. അപ്പോൾ അതിൽ ഒരു അവബോധം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന് വേണ്ട നമ്മൾ കംപ്ലീറ്റ്ലി എല്ലാത്തിനെ പറ്റി ചിന്തിക്കാതെ നമുക്കൊരു കൊച്ചിനെ ഉണ്ടാക്കി അതങ്ങ് വളർന്നോളും, അങ്ങനെ പറ്റില്ല. ഈ നശിച്ച ലോകത്തിലേക്ക് ഒരു കൊച്ചിനെ ഉൽപ്പാദിപ്പിക്കാതിരിക്കുക അത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ തരത്തിലും. നമ്മൾ അതിനെ പറ്റിയൊക്കെ സംസാരിച്ച് എത്ര സ്പീഡിലാണ് ലോകം പോണേ, നമുക്ക് ആദ്യം ഇതിനെ പറ്റി ഒരു അറിവുണ്ടാക്കി എടുക്കാൻ നോക്കണം, എന്നിട്ടേ പറ്റും. അത് നീയൊക്കെ നന്നാവുന്നു, അങ്ങനെ നമ്മളൊക്കെ നന്നാവണം. അപ്പോഴത്തേക്ക് പിന്നെ എഴുന്നേറ്റിരിക്കാൻ പറ്റും. അപ്പോൾ താങ്ക് യു. വെൽക്കം.